ഹലോ സുഹൃത്തെ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് മാർച്ച് 6 വെള്ളി. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. ഇങ്ങനെയാണ് തുടങ്ങുക: എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുല ചിത്തരാകുകയും വേണ്ട. ബേസിക് ആവശ്യങ്ങളെ കുറിച്ചാണ് പറയുക. ഒരു മനുഷ്യന് അത്യന്താപേക്ഷിതമാണ് ഭക്ഷണം. എന്നിട്ട് പറയാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട. ചേർത്ത് പറയാണ്, ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുക. അപ്പൊ നമുക്കൊരു ഡൗട്ട് തോന്നാം, ഇത് അന്വേഷിക്കണ്ട എന്ന് പറയുമ്പോൾ ഇതില്ലാതെ എങ്ങനെ ജീവിക്കാം? അതാണ് തുടർന്ന് വന്ന വചനം പറയുക. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അന്വേഷിക്കേണ്ട കാരണം നിങ്ങളുടെ പിതാവിന് നിങ്ങളെക്കുറിച്ച് ഒരു ധാരണയുണ്ട്, അറിയാം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടിരിക്കും. സുഹൃത്തെ, ജീവിതത്തില് നിന്റെ മുമ്പിൽ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും നീ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. നീ കടന്നു പോകുന്ന വഴികള് നിന്റെ പിതാവ് അറിയുന്നു. നിന്റെ പിതാവ് തക്ക സമയത്ത് നിന്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും. പക്ഷെ നീ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് 34-ാമത്തെ തിരുവചനം വയ്ക്കുക. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം. നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം, നിക്ഷേപം ദൈവത്തിലായിരിക്കണം. അങ്ങനെയാണ് നിന്റെ ഹൃദയം സ്വർഗത്തോട് ഒട്ടിച്ചേർന്ന് ദൈവത്തോട് ഒട്ടിച്ചേർന്ന് തരും. പിതാവ് എല്ലാം തരും എന്ന് പറയുമ്പോൾ നിന്റെ ഹൃദയത്തെ പിതാവിലേക്ക് ചേർത്ത് വയ്ക്കുവാനായിട്ട് സുഹൃത്തെ ഈ നോമ്പുകാലത്ത് പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ട്. ഈ ഭൂമിയിലെ വസ്തുവകകളിലേക്കല്ല നോക്കേണ്ടത്. അത് കള്ളന്മാര് മോഷ്ടിക്കാം, ചിതല നശിപ്പിക്കാം, പലതരത്തിലതിന് നാശങ്ങൾ സംഭവിക്കും. പക്ഷെ നീ സ്വർഗത്തിൽ നിക്ഷേപിച്ചാല് അതിന് മാറ്റം വരത്തില്ല. സുഹൃത്തെ, നിന്റെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കട്ടെ. അപ്പോൾ നിന്റെ ഹൃദയവും സ്വർഗത്തോട് ഒട്ടിച്ചേർന്നിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. ഹൃദയം നിന്നിൽ ഉറപ്പിച്ചുകൊണ്ട്, സ്വർഗത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് എന്റെ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.